മലയാളി സമാജത്തിൽ നിന്ന് ഉണ്ണിത്താൻ ചേരുന്നുണ്ട്. സർ കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. സർ, ഈ കുട്ടിയെ കണ്ടെത്തിയത് എങ്ങനെയാണെന്ന് ഒന്ന് വിവരിക്കാമോ ആദ്യം? ഈ കുട്ടിയെ കുറിച്ചുള്ള വാർത്തകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം രാവിലെ മുതൽ വൈകുന്നേരം വരെ TV-യിൽ കണ്ടിന്യൂസ് ആയിട്ട് ലൈവായിട്ട് പോയിക്കൊണ്ടിരുന്നു. അതുകൂടാതെ ഞങ്ങളുടെ ഒരു പ്രതിനിധിയെ, എന്റെ അറിവ് ശരിയാണെങ്കിൽ റിപ്പോർട്ടർ ചാനലിൽ തന്നെയാണ് വിളിച്ച് ഈ ട്രെയിനിൽ യാത്ര ചെയ്യാൻ കയറിയിട്ടുണ്ടോ എന്നൊരു സംശയം പ്രകടിപ്പിച്ചു. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ വിശാഖപട്ടണത്ത് ഞങ്ങൾ കൂട്ടായിട്ട് ഞങ്ങളുടെ അസോസിയേഷൻ മെമ്പർമാരെല്ലാവരും കൂടെ വന്നു. റെയിൽവേ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ സഹായത്തോടെ കമ്പാർട്ട്മെന്റ് ഫിൽട്ടർ ചെയ്ത് നോക്കിയെടുത്താണ് ഞങ്ങൾ കുട്ടിയെ കണ്ടെത്തിയത്. അതായത് കുട്ടിയെ കാണുമ്പോൾ കുട്ടി അവശ്യ നിലയിലായിരുന്നു. ഉടൻ തന്നെ നിങ്ങൾ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ടു, അങ്ങനെയാണോ? അങ്ങനെയല്ല. ഇവിടെ അന്വേഷണ സംഘത്തിന്റെ ആയിട്ടുള്ള ഒഫീഷ്യൽ റിപ്പോർട്ടുകളൊന്നും തന്നെ വന്നിട്ടില്ല. ഞങ്ങളോട് അൺഒഫീഷ്യലായിട്ട് കിട്ടിയ ഇൻഫർമേഷന്റെ പശ്ചാത്തലത്തിൽ മാനുഷിക പരിഗണനയനുസരിച്ച് ഞങ്ങളിവിടെ എത്തി വോളണ്ടിയറായിട്ട് ചെയ്തൊരു സേവനമാണിത്. ഞാൻ ചോദിച്ചത്, കുട്ടിയെ കിട്ടി എന്നുള്ള വിവരം അന്വേഷണ സംഘം അറിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? അതായത് എല്ലാവരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അവിടുന്ന് നാട്ടിൽ നിന്ന് ചൈൽഡ് വെൽഫെയർ കമ്മീഷനും ഒക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പോലീസ് അധികൃതരും അതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട്. കുട്ടിയുടെ അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് കുട്ടിയായിട്ട് സംസാരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിലാണ് കുട്ടി. അധികം താമസിയാതെ അവര് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ ഏൽപ്പിക്കും. നാളെ അതിന്റെ നിയമപരമായ നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ട് കുട്ടിയെ ഏറ്റെടുക്കാൻ നാട്ടിൽ നിന്ന് പോലീസോ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയോ ആരാണോ എത്തുന്നതെന്ന് വെച്ചാൽ അവരെ ഏൽപ്പിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുട്ടി ഭക്ഷണമൊക്കെ കഴിച്ചു, വെള്ളമൊക്കെ കുടിച്ചു അല്ലേ? വളരെ കംഫർട്ടബിൾ ആയിട്ട്. അത് കുട്ടി ക്ഷീണിതയായിരുന്നു, ഞങ്ങളത് അറേഞ്ച് ചെയ്ത് കൊടുത്തു. വളരെ സന്തോഷത്തോടെ കഴിച്ചു. സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നതിന് റെയിൽവേ പോലീസുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. ഈ കുട്ടി ഇപ്പോൾ മാതാപിതാക്കളുമായി വീഡിയോ കോളിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും കരയുന്നുണ്ടായിരുന്നു കുട്ടി. ഈ പിണങ്ങിപ്പോയതാണ് ഇന്നലെ. അപ്പോൾ അതിന്റെ ഒരു മാനസിക പ്രയാസമൊക്കെ ഉണ്ടായിരിക്കും അല്ലെ ഇപ്പോഴും? കുട്ടി സത്യത്തിൽ എനിക്ക് തോന്നുന്നത് ഭയം കൊണ്ടും ഭാഷയുടെ അസൗകര്യം കൊണ്ടുമാണ് അങ്ങനെ വന്നത് പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല, ഇന്നത്തെ രാവിലെ മുതൽ ട്രെയിൻ യാത്രയിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരിതം കുട്ടി അനുഭവിച്ചിട്ടുണ്ടോ നമുക്കറിയത്തില്ല. ഏതായാലും ആദ്യത്തെ ആ ഒരു ഭയമൊക്കെ മാറി കുട്ടി കുറെ കൂടെ ശാന്തിയായിട്ട് നോർമൽ ഇതിലോട്ട് എത്തിയിട്ടുണ്ടെന്നാണ് പറയാനുള്ളത്. കുട്ടിക്ക് ഇന്ന് ഷെൽട്ടർ ഒരുക്കുമെന്നാണ് നേരത്തെ CWC ചെയർപേഴ്സൺ നമ്മളോട് സംസാരിച്ചത്. അവർക്ക് ഇന്ന് രാത്രി തന്നെ കുട്ടിയെ കൈമാറുമോ? തീർച്ചയായിട്ടും. റെയിൽവേ പോലീസിന് രാത്രിയിൽ ആ കുട്ടിയെ വെച്ചുകൊണ്ടിരിക്കാനുള്ള നിയമപരമായ ബുദ്ധിമുട്ടുണ്ട്. പെൺകുട്ടി ആയതുകൊണ്ട് അതിന് തൂക്കം കൂടും. തീർച്ചയായിട്ടും കുട്ടിയെ ഇവിടുത്തെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏൽപ്പിച്ചിട്ട് അവർ ഒരുക്കുന്ന ഷെൽട്ടറിലോട്ട് രാത്രി മാറ്റും എന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, നന്ദി ഈ നിമിഷം നമ്മളിവിടെ പ്രതികരിച്ചതിന്. എന്തായാലും കുട്ടിയെ കണ്ടെത്തിയ ടീമാണ് മലയാളി സമാജം പ്രവർത്തകർ തന്നെയാണ് കുട്ടിയെ കണ്ടെത്തിയത്. കുട്ടി ആ ട്രെയിനിൽ ഉണ്ടോ എന്ന സംശയം കൊണ്ട് തന്നെ അവർ തിരച്ചിലായിരുന്നു. വ്യാപകമായ തിരച്ചിലാണ് നടന്നത്. അതിൽ ആ ട്രെയിനിൽ കുട്ടി ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിനിടയ്ക്കാണ് കുട്ടി ബർത്തിൽ അവശയായ നിലയിൽ കിടക്കുന്നതായി കണ്ടത്. ഉടൻ തന്നെ കുട്ടിയെ തിരിച്ചറിഞ്ഞു. കുട്ടിയുടെ കൂടെ സ്ത്രീകൾ ഉണ്ടായിരുന്നു. പക്ഷേ അവർ കുട്ടി തങ്ങളുടേതാണെന്ന് അവകാശവാദം ഉന്നയിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും കുട്ടിയെ എത്രയും വേഗം RPF-ന്റെ കയ്യിൽ എത്തിക്കാൻ ഈ മലയാളി സമാജം പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. 13-കാരിയെ കണ്ടെത്തി എന്നുള്ള വാർത്ത തന്നെയാണ് എന്തായാലും വന്നത്. അത് വീട്ടുകാരും അറിഞ്ഞിട്ടുണ്ട്. വീട്ടുകാർ വീഡിയോ കോളിൽ കുട്ടിയുമായി സംസാരിക്കുകയുണ്ടായി, ഫോണിൽ സംസാരിക്കുകയുണ്ടായി. കുട്ടി ഭക്ഷണം കഴിച്ചു, വെള്ളം കുടിച്ചു. നിലവിൽ എന്തായാലും ഇനി കുട്ടിയെ വീട്ടുകാരുടെ അടുത്തേക്ക് എത്തിക്കണം. അതിനുള്ള നടപടികളായിരിക്കും നടക്കുക. ചെന്നൈയിലേക്ക് പോയ അന്വേഷണ സംഘവും തിരിച്ചിട്ടുണ്ട്. വീട്ടുകാരോട് പിണങ്ങി വീട് വിട്ടുപോയ അസം സ്വദേശിയായ 13-കാരി തസ്മിത് തംസിയെയാണ് കണ്ടെത്തിയത്. കേരളം ഏറെ കാത്തിരിക്കുകയായിരുന്നു കുട്ടിയെ കണ്ടെത്തിയെന്ന വാർത്തയ്ക്കായി. മണിക്കൂറുകൾ നീണ്ടുനിന്ന തിരച്ചിലിനൊടുവിൽ കുട്ടിയെ വിശാഖപട്ടണത്ത് നിന്ന് കണ്ടെത്തി.